അശ്വതി ആൻഡ് സുധീർ അമ്പലപ്പാടി ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ സന്തോഷ് സാറിന് ഒരു മെമന്റോ നൽകി പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ്. സോ യെസ്, യു ക്യാൻ ജോയിൻലി ഡു ദാറ്റ്. Okay, thank you so much. ആരും പോകരുത്, അവിടെ തന്നെ നിൽക്കണം. പൊന്നാടെ മൊമെന്റോ മാത്രം ഒന്ന് നമുക്ക് കൈമാറാം. ആൻഡ് നൗ ഐ റിക്വസ്റ്റ് സന്തോഷ് സർ രണ്ട് വാക്ക്. ഞാനിവിടെ വേദിയിൽ വരുന്ന എല്ലാവരെയും രണ്ട് വാക്ക് പറയുന്നു. Thank you very much for this fantastic occasion. Actually, I am very happy because എനിക്ക് ആദ്യം എംഡി ചേർന്ന് പരിചയപ്പെട്ടത് പെരുന്തച്ചൻ. അത് കഴിഞ്ഞിട്ട് ഈ ഫിലിം ഫസ്റ്റ് മലയാള സിനിമയിലുള്ള എല്ലാ ടാലന്റും most interesting talent has got together to be a really good tribute to him. And thanks Zee for making sure it is publicized well and promoted well. So a big thanks to all of you. And to Sarigam, of course, for seeing the essence of it. Thank you. Thank you to all the directors and the actors and everyone. ആരുടെയൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോയി കഴിഞ്ഞിട്ട് രാജസാവ് പറഞ്ഞത് ചൂണ്ടി താങ്ക് യു. ജയരാജ് സാർ ഇനി അടുത്തതായി കണ്ടു. ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, സന്തോഷം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് 30 വർഷം ഞാൻ കാത്തിരുന്ന വാസവന്റെ ഒരു സ്ക്രിപ്റ്റ് സിനിമയൊക്കെ വൈശാഖിക്ക് പരന്തനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് എൻ്റെ ഉള്ള ആഗ്രഹമാണ്. ഒരു വാസവനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, രണ്ടാം മുഴുവൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ട് വിശപ്പടക്കാൻ കഴിയാത്തതുപോലെ തിരകൾ തീരത്ത് തലതല്ലിക്കൊണ്ട് അലറി. കൊട്ടാരത്തിന്റെ ജയമണ്ഡപത്തിന് മുകളിൽ ആവണം ജലം നിശ്ചലമായിരുന്നു. കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ. ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഋതം, ഒരു താളത്തിൽ ഇങ്ങനെ ഒഴുകിക്കിടക്കുകയാണ്. വൈശാലിയുടെ കുറെ ഡയലോഗ്സ് നീ ബൈഹാട്ടാണ്. രാജപുരോഹിതരോട് വരാൻ പറയും. അങ്കേശ്വര മംഗളം, രാജ്യത്തിനും രാജവാസികൾക്കും കുശലമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. വരണ്ട ഈ ഭൂമിയുടെ ചുടുനിശ്വാസം ഞാൻ കേൾക്കുന്നതിനാണ്. അതുകൊണ്ടായില്ല അങ്ങ് ചമ്പാപുരിയിലേക്ക് മടങ്ങി വരണം. ഒരു മാടപ്രാവിനെ പരലിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം മാംസം വറുത്തെടുത്ത് തുലാസിലിട്ട് സിബിയുടെ പാരമ്പര്യമുള്ളതാണ് നമ്മുടെ ഈ രാജവംശം. ഇപ്പോൾ വജ്രായുധത്തെക്കാൾ ശക്തി കാമജലം പുരണ്ട കരിനീല കണ്ണുകൾ കാണുന്ന ഇന്ദ്രൻ കൂടി വിശ്വസിച്ചില്ല. ഇങ്ങനെ ഓരോ താളത്തിലുള്ള ഡയലോഗുകൾ വാസുവേട്ടന്റെ സിനിമകളിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വാസുവേട്ടന്റെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാത്തിരുന്നു. ഇന്ന് ഈ മുഹൂർത്തത്തിലാണ് അത് പൂർണ്ണമായത്. പടം ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമാണ്. അശ്വതി ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഒരുപാട് ത്യാഗം അനുഭവിച്ചു. കോവിഡ് കാലത്താണ് ചിത്രീകരണം തുടങ്ങിയതും പിന്നീടുണ്ടായ ഓരോ ഓബ്സ്റ്റക്കിൾസും ഒക്കെ അതിജീവിച്ച് ഇന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായിരിക്കും, ഒന്നല്ല 9 ചിത്രങ്ങളുടെ ഒരു സമാഹാരമായിരിക്കും ഇത്. മലയാളികൾ അഹങ്കാരത്തോടുകൂടി എന്നും ഒരു നിത്യഹരിത എഴുത്തുകാരനെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രായമില്ല, കാരണം എല്ലാ പ്രായത്തിലുള്ള എല്ലാ കാലങ്ങളിലുമുള്ള പുതിയ തലമുറയുടെ മനസ്സും പ്രണയവും ദുഃഖവും തീവ്രതയും മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളും അതുപോലെ തന്നെ ജീവിച്ചിരിക്കും. ഈ നിമിഷം ഞാൻ തിരഞ്ഞെടുത്ത കഥ സ്വർഗം തുറക്കുന്ന സമയം. അത് നിർഭാഗ്യവശാൽ നിലവിളി വേണിച്ചേട്ടന്റെ അവസാന ചിത്രമായിരുന്നു എന്ന് അദ്ദേഹത്തിനെ സ്മരിക്കുന്നു. വളരെ മനോഹരമായിട്ട്
അദ്ദേഹം പെർഫോം ചെയ്തു എന്ന് പറയേണ്ടതില്ല. കാരണം ആ സിനിമ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം, അവസാന ഷോട്ടിൽ അദ്ദേഹത്തിന്റെ കണ്ണിലെ ഒരു തിളക്കം മതി ആ സിനിമയിൽ അദ്ദേഹം എത്രമാത്രം പെർഫോം ചെയ്തു എന്ന് പറയുന്നത്. ഈ മുഹൂർത്തം എനിക്ക് ധന്യമാണ്. തീർച്ചയായും സരിഗമയ്ക്കും അതുപോലെ തന്നെ ന്യൂസ് വാല്യൂവിനും C5-നും ആശംസകൾ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. MD സാറിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് എഴുത്തുകാരനെ ഇന്റഗ്രിറ്റി ഒരു കാലത്തും ചോർന്നു പോകാത്ത, വിട്ടുകൊടുക്കാത്ത, ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത ധീരനായ ഒരു ചലച്ചിത്രകാരന് മാത്രമല്ല, എല്ലാ മേഖലകളിലും, ലിറ്ററേച്ചറിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ ഒരു അദ്ദേഹത്തിന്റെ തിരക്കഥകളുടെ പുസ്തകം TC പബ്ലിഷ് ചെയ്തിരിക്കുന്ന പല വോളിയങ്ങളിലായിട്ട്, പല ജോണറുകളിലായിട്ടുള്ള പുസ്തകം, അതിലൂടെ തിരക്കഥകൾ വായിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെയാണ് നമ്മുടെ കൂടെ സിനിമാ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജയരാജ് സാർ പറഞ്ഞൊരു കാര്യം, എന്നിലേക്ക് ഷെറിലേക്ക് വന്നതാണ്. എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. പക്ഷേ അശ്വതി ആദ്യം പറഞ്ഞു, ഇതാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സിനിമ. അപ്പോൾ ഞാനത് വായിക്കുമ്പോഴും ആ തിരക്കഥ നോക്കുമ്പോഴും എനിക്കെപ്പോഴും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാലങ്ങളിൽ വായിച്ചിരുന്ന MD സാറിൻ്റെ തിരക്കഥകളുടെ പബ്ലിഷ് ചെയ്ത വെർഷനിലെ പല ഏടുകളും എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കാരണം കൃത്യമായിട്ട് ഓരോ വരിയും ഒരു ഷോട്ടാണ്. അത് ഒരു പരിധി വരെ ജയരാജ് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഒരു വരി ഒരു ഷോർട്ടായിട്ട് തന്നെ കുടിക്കുന്നൊരു ശീലം സാറിനുണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. അത് എത്രത്തോളം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനൊരു വേദിയിൽ എസ്പെഷ്യലി സന്തോഷമായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്നെ സിനിമോഗ്രാഫിയിലേക്ക് ബുദ്ധിമുട്ടത് 8 ഒരാളെ ബുദ്ധിമുട്ടത് ഒരു പരിധി വരെ സന്തോഷമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സി ആൻഡ് താങ്ക് യു സരിഗമ ഫോർ ഓൾ യുവർ ഹെൽപ്പ് ആൻഡ് അശ്വതി സുധീർ. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പിതൃതുല്യം സ്നേഹിക്കുന്ന, ഗുരുതുല്യം ബഹുമാനിക്കുന്ന MD സാറിനുള്ള എൻ്റെ ഒരു എളിയ ദക്ഷിണയായിട്ടാണ് ഈ പ്രൊജക്റ്റിനെ കാണുന്നത്. 2 വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏകദേശം 2000-ഓളം കലാകാരന്മാരും ടെക്നീഷ്യൻസും ഈ പ്രൊജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ ആളുകളോടും നന്ദി പറയണം. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന സരിഗമ, ഞങ്ങൾ അങ്ങേയറ്റം സരിഗമയോട് കടപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തികളോടും ഈ പ്രൊജക്ടിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ലാൽ സാർ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം അടക്കമുള്ള ഒരുപാട് കലാകാരന്മാരുടെ ഒരു സമർപ്പണം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് സരിഗമയ്ക്കും ന്യൂസ് വാല്യൂവിനും ചെയ്യാൻ സാധിച്ചത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സിക്ക് കൂടി ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അശ്വതി വി നായർ. സന്തോഷേട്ടന് ആദരം നൽകുകയാണ്. മനോരഥങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള ആദരവായിരുന്നു അത്. കഴിഞ്ഞ തവണ തന്നെ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഇന്നാണ് സാർത്ഥകമായത്. താങ്ക് യു സന്തോഷേട്ട. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു എവ്രിവൺ. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്കൾക്ക് അതാത് സ്ഥാനങ്ങളിൽ പോയിരിക്കാനാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ജയരാജ് സർ, മഹേഷ് സർ, രതീഷ് സർ, അശ്വതി ആൻഡ് സുധീർ ഏട്ട, എവ്രിവൺ. ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് ടു സന്തോഷ് ശിവൻ സർ. ഇനി അടുത്തതായി നമ്മളുടെ മ്യൂസിക് ലോഞ്ച് ആണ്. ട്രെയിലർ ലോഞ്ച്